ഇംഗ്ലീഷ് ലേണിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കുറച്ച് സെന്റൻസുകൾ മനസ്സിലാക്കിയെടുക്കാം. ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കെങ്കിൽ ഓരോന്നായിട്ട് മനസ്സിലാക്കിയെടുക്കാം. ആദ്യത്തെ സെന്റൻസ് മനസ്സിലാക്കാം. ഞങ്ങൾ വിജേതാവിന് ഒരു ചെറിയ സമ്മാനം വാങ്ങിയിട്ടുണ്ട്. അവർ നടത്തിയ ശ്രമങ്ങൾക്ക് ഇതൊരു പ്രോത്സാഹനമാണ്. അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ we have bought a small gift for the winner. It's just a motivation for the efforts they made. We have bought, ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്, a small gift, ചെറിയൊരു സമ്മാനം, for the winner, വിന്നറിന് വേണ്ടി, വിജേതാവിന് വേണ്ടി. It's just a motivation, ഇതൊരു പ്രോത്സാഹനം മാത്രമാണ്, for the efforts they have made. അവര് ചെയ്ത പരിശ്രമങ്ങൾക്ക് ഒരു പ്രോത്സാഹനം, അല്ലെ ശ്രമങ്ങൾക്ക് ഒരു പ്രോത്സാഹനം മാത്രമാണ്. We have bought a small gift for the winner. It's just a motivation for the efforts they made. അടുത്ത സെന്റൻസ്, ഓരോ വ്യക്തിക്കും സ്വന്തം അഭിപ്രായമുണ്ട്. അത് ആവശ്യമാകുമ്പോൾ പങ്കുവെക്കാനുള്ള അവകാശവും അവർക്കുണ്ട്. അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ each individual has their own opinion and they have the right to share it as needed. Each individual, ഓരോ വ്യക്തിക്കും, has their own opinion. ഒപ്പീനിയൻ വെച്ചാൽ അഭിപ്രായം. their own അവരുടെ സ്വന്തം അഭിപ്രായമുണ്ട്. has their own opinion, അവരുടെ സ്വന്തം അഭിപ്രായമുണ്ട്. and they have the right, അവർക്ക് അതിനുള്ള അവകാശവുമുണ്ട്. to share it as needed, ആവശ്യമുള്ളപ്പോൾ ഷെയർ ചെയ്യാൻ. and they have the right to share it as needed. each individual has their own opinion and they have the right to share it as needed. അടുത്ത സെന്റൻസ്, അദ്ദേഹം വളരെ സത്യസന്ധനും വസ്തുനിഷ്ഠനുമായ ആളാണ്. എനിക്ക് അദ്ദേഹത്തെ വർഷങ്ങളായി അറിയാം. ഈ ഒരു സെന്റൻസ് ഇംഗ്ലീഷിൽ വരുമ്പോൾ he is a very honest and objective person. I have known him for years. He is a very honest. അദ്ദേഹം ഒരു സത്യസന്ധനും and objective person, വസ്തുനിഷ്ഠനുമായ ആളാണ്. I have known him, എനിക്ക് അദ്ദേഹത്തെ അറിയാം, for years, വർഷങ്ങളായിട്ട്, കാലങ്ങളായിട്ട് എനിക്ക് അദ്ദേഹത്തെ അറിയാം. he is a very honest and objective person. I have known him for years. അടുത്ത സെന്റൻസ്, രാവിലെ അച്ഛനും മോനും കൂടി എങ്ങോട്ട് പോകുന്നു. ഈ ഒരു സെന്റൻസ് ഇംഗ്ലീഷിൽ വരുമ്പോൾ where are father and son going in the morning. where are, എവിടേക്ക്, father and son, അച്ഛനും മോനും, going in the morning, രാവിലെ പോകുന്നു. where are father and son going in the morning. അടുത്ത സെന്റൻസ് മനസ്സിലാക്കാം. അവൾ ഇത്തരം പ്രയാസകരമായ സാഹചര്യങ്ങൾ എളുപ്പത്തിൽ നേരിടാൻ കഴിവുള്ള ആളാണ്. ഞാൻ അവളുടെ കഴിവിനെ അഭിനന്ദിക്കുന്നു. ഈ ഒരു സെന്റൻസ് ഇംഗ്ലീഷ് വരുമ്പോൾ she is smart enough to handle such difficult situations easily. I appreciate her ability. she is smart enough to handle, smart enough to handle എന്ന് വെച്ചാൽ കൈകാര്യം ചെയ്യാൻ മതിയായ ബുദ്ധിയുള്ള അല്ലെങ്കിൽ മതിയായ കഴിവുള്ള, such difficult situations, അതുപോലെയുള്ള പ്രയാസകരമായ സിറ്റുവേഷൻസ് ഈസിലി, വളരെ ഈസി ആയിട്ട്, അതായത് ഏതൊരു പ്രയാസകരമായ സിറ്റുവേഷനും വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ കഴിവുള്ള കുട്ടിയാകുന്നു. ഐ അപ്രിസിയേറ്റ് ഹെർ എബിലിറ്റി, ഞാൻ അവളുടെ കഴിവിനെ അഭിനന്ദിക്കുന്നു. ഷീ ഈസ് സ്മാർട്ട് എനഫ് ടു ഹാൻഡിൽ സച്ച് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഈസിലി. ഐ അപ്രിസിയേറ്റ് ഹെർ എബിലിറ്റി. അടുത്ത സെന്റൻസ്, നിങ്ങളുടെ കോളേജിൽ നടക്കുന്ന പുസ്തകമേള എന്നുവരെ ഉണ്ടാകും. അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ until what date is the book first in your college running. until what date is, ഏത് ഡേറ്റ് വരെ ഉണ്ടാകും, the book first in your college running, നിങ്ങളുടെ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന പുസ്തകമേള എന്നുവരെ ഉണ്ടാകും. until what date is the book first in your college running. അടുത്ത സെന്റൻസ്, ഇവിടെ നിന്ന് ട്രിവാൻഡ്രം പോകുന്ന ആദ്യ ബസ് എപ്പോൾ ആണ്. what time is the first bus to Trivandrum from here. what time, ഏത് ടൈമിലാകുന്നു, what time is, ഏത് ടൈമിലാകുന്നു, the first bus to Trivandrum, ആദ്യത്തെ ബസ് ട്രിവാൻഡ്രത്തേക്ക്, from here, ഇവിടെ നിന്ന്. what time is the first bus to Trivandrum from here. അടുത്ത സെന്റൻസ്, ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല, കാരണം ഞാൻ ഇന്നലെ വൈകിട്ട് ലേറ്റ് ആയിട്ട് ഹെവി ഡിന്നർ കഴിച്ചു. ഈ ഒരു സെന്റൻസ് ഇംഗ്ലീഷ് വരുമ്പോൾ I will not have breakfast today because I had a heavy dinner late yesterday. I will not have breakfast. ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല. ഇവിടെ ഹാവ് എന്ന് വെച്ചാൽ ടേക്ക് എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഐ വിൽ നോട്ട് ടേക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ആ ഒരു അർത്ഥമാണ്. ഐ വിൽ നോട്ട് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ, ഇന്ന്.
ബിക്കോസ് എന്തെന്നാൽ ഐ ഹാഡ് എ ഹെവി ഡിന്നർ ലേറ്റ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ലേറ്റ് ഈവനിങ്ങിൽ അല്ലെങ്കിൽ ലേറ്റ് യെസ്റ്റർഡേ ഹെവി ഡിന്നർ കഴിച്ച കാരണം ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല. അടുത്ത സെന്റൻസ്, എനിക്ക് രാവിലെ നേരത്തെ ഉണരാൻ കഴിയില്ല, പക്ഷേ എൻ്റെ മാതാപിതാക്കൾ ഇരുവരും രാവിലെ എഴുന്നേൽക്കുന്നവരാണ്. ഈ ഒരു സെന്റൻസ് ഇംഗ്ലീഷ് വരുമ്പോൾ ഐ കനോട്ട് ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് ബട്ട് ബോത്ത് മൈ പേരൻസ് ആർ ഏർലി റൈസേഴ്സ്. ഐ കനോട്ട് ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഐ കനോട്ട് എനിക്ക് കഴിയില്ല. ഗെറ്റ് അപ്പ് എണീക്കുക. ഏർലി ഇൻ ദ മോർണിംഗ് രാവിലെ തന്നെ. ഐ കനോട്ട് ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് ബട്ട് ബോത്ത് മൈ പേരൻസ് എൻ്റെ അച്ഛനും അമ്മയും ആർ ഏർലി റൈസേഴ്സ് രാവിലെ എണീക്കുന്നവരാണ്. ഐ കനോട്ട് ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് ബട്ട് ബോത്ത് മൈ പേരൻസ് ആർ ഏർലി റൈസേഴ്സ്. അടുത്ത സെന്റൻസ്, ഇപ്പോൾ അവൾ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഓഫീസിൽ വല്ലപ്പോഴും വരുന്നുണ്ട്. അടുത്ത ആഴ്ച മുതൽ അവൾ അവധിയെടുക്കുമായിരിക്കും. ഈ ഒരു സെന്റൻസ് ഇംഗ്ലീഷ് വരുമ്പോൾ nowadays she rarely comes to the office due to health issues. She may start taking leave from next week onwards. Nowadays ഈ ദിവസങ്ങളിൽ she rarely comes to the office due to health issues. rarely എന്ന് വെച്ചാൽ വല്ലപ്പോഴും. comes to the office ഓഫീസിൽ വരുന്നുണ്ട് due to health issues ആരോഗ്യ പ്രശ്നം മൂലം വല്ലപ്പോഴും ഓഫീസിൽ വരുന്നുണ്ട്. she may start taking leave from next week onwards. from next week onwards എന്ന് വെച്ചാൽ അടുത്ത ആഴ്ച മുതൽ she may start taking leave. അവള് കണ്ടിന്യൂസ് ലീവ് എടുക്കുമായിരിക്കും. nowadays she rarely comes to the office due to health issues. she may start taking leave from next week onwards. അടുത്ത സെന്റൻസ് മനസ്സിലാക്കാം. നീ എപ്പോഴാണ് അമേരിക്കയിലേക്ക് തിരികെ പോകുന്നത്? നിന്റെ കോഴ്സ് പൂർത്തിയാക്കിയിട്ടുണ്ടോ? അത് ഇംഗ്ലീഷ് വരുമ്പോൾ when are you going back to the US? has your course been completed? when are you going back to the US? എപ്പോഴാണ് നീ going back to the US ലേക്ക് തിരിച്ചു പോകുന്നത്? going back തിരിച്ചു പോകുക. has your course been completed? നിന്റെ കോഴ്സ് പൂർത്തിയാക്കിയിട്ടുണ്ടോ? been completed. has your course been completed? അടുത്ത സെന്റൻസ്, ഇവിടുന്ന് 10 മിനിറ്റ് നേരെ ഡ്രൈവ് ചെയ്താൽ ഹോസ്പിറ്റലിൽ എത്താം. വഴിയിൽ എങ്ങോട്ടും തിരിയേണ്ട ആവശ്യമില്ല. ഈ ഒരു സെന്റൻസ് ഇംഗ്ലീഷ് വരുമ്പോൾ if you drive straight from here for 10 minutes you will reach the hospital. you don't need to turn anywhere on the way. if you drive straight, നീ സ്ട്രെയിറ്റ് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഫ്രം ഹിയർ ഇവിടെ നിന്ന് for 10 minutes 10 മിനിറ്റ് you will reach the hospital. നീ ഹോസ്പിറ്റലിൽ എത്തും. you don't need to turn anywhere on the way. വഴിയിലെങ്ങും എങ്ങോട്ട് തിരിയേണ്ട ആവശ്യമില്ല. അതായത് ലെഫ്റ്റ് റൈറ്റ് പോകണ്ട, നേരെ പോയാൽ മതി എന്നാണ് പറയുന്നത്. if you drive straight from here for 10 minutes ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് 10 മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ you will reach the hospital. നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തും. you don't need to turn anywhere on the way. നീ വഴിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ഈ ചെറിയ ലേണിംഗ് സെഷൻ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടിൽ ദെൻ ബൈ.